ഞങ്ങൾ കണ്ണൂർ ജില്ലയിൽ പൂക്കൃഷി ചെയ്യുന്ന ഏകദേശം 140ഓളം കർഷകരുടെ ഒരു കൂട്ടായ്മ ഇതിനോടൊക്കെ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അത് ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനായിട്ട് അതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഒരു 3 മാസത്തോളമായി അതിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തിയായിട്ട്. അപ്പോൾ നമ്മുടെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സാധാരണ പൂക്കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിവിധ പദ്ധതികളിൽ പൂക്കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു ഫോളോ അപ്പ് ഉണ്ടാകാറില്ല. അപ്പോൾ നമ്മൾ ഈ പൂവിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പൂക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വിപണന സാധ്യതകൾ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കൂട്ടായ്മ നമ്മൾ ഫോം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മാർക്കറ്റിംഗ് ഉറപ്പാക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ചെയ്യുന്നൊരു കാര്യം. ഈ മാർക്കറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ പൂക്കൾ ഉപയോഗിച്ചിട്ടുള്ള പുഷ്പാലങ്കാര പ്രവർത്തനങ്ങളാണ്. അപ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന വിവാഹങ്ങൾ, മറ്റുള്ള ചടങ്ങുകളിലൊക്കെ ഈ പൂക്കൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പുഷ്പാലങ്കാര പ്രവർത്തനങ്ങൾ നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാത്രമല്ല, നമ്മുടെ കൂടെ ഇതിനോട്ടുള്ള ടെക്നീഷ്യന്മാരായിട്ടുള്ള ആളുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗാർഡനിങ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇവരുടെ പിന്നെ നല്ല നടീൽ വസ്തുക്കൾ, ഇപ്പം പുഷ്പത്തിൻ്റെയും മറ്റുള്ള ചെടികളുടെയൊക്കെ നടീൽ വസ്തുക്കൾ കൊടുക്കുന്ന ചെറിയ ചെറിയ നഴ്സറികൾ ഞങ്ങൾ ഇതിനോടകം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിന് പുലിക്കുരുമ്പ എന്ന സ്ഥലത്ത് ഏകദേശം 3000ഓളം ഓർക്കിഡ് പ്ലാന്റ് ചെയ്യുന്ന ഒരു വലിയൊരു നഴ്സറി ഇപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മളുടെ അധീനതയിലുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മളിപ്പോൾ ഇത്രയും ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിൽ ആളുകളെ ഒന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഈ വരുന്ന നവംബർ മാസം 27-ാം തീയതി മുതൽ ഡിസംബർ 2-ാം തീയതി വരെ കണ്ണൂർ കളക്ട്രേറ്റ് മൈതാനത്ത് വെച്ച് ഞങ്ങളൊരു കണ്ണൂർ ഫ്ലവർ ഫെസ്റ്റ് എന്നുള്ള രീതിയിലൊരു പുഷ്പോത്സവം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നവംബർ 27-ാം തീയതി രാവിലെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ആണ് ആ ഒരു പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്നപ്പോൾ 27 കഴിഞ്ഞ് 28, 20 അതിൻ്റെ സമയം കളക്ടർ അത് തരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ സാർ അത് പറയുമെന്ന് പറഞ്ഞു. ഇല്ല, സമയം പറഞ്ഞിട്ടില്ല. 11 മണിയാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കളക്ട്രേറ്റ് മൈതാനത്ത് വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പം അന്ന് ഉദ്ഘാടന പരിപാടികൾക്ക് ശേഷം നമ്മൾ ഈ ഒരു പ്രവർത്തനം ആരംഭിക്കുകയാണ്. നമ്മൾ ഏകദേശം 36 സ്റ്റാളുകൾ ഇതോടനുബന്ധിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 18 സ്റ്റാളുകളിൽ നമ്മുടെ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ്റെ ആളുകൾ, കർഷകർ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ചെടികളുടെ വിൽപ്പനയും അതിൻ്റെ പ്രദർശനം അതോടനുബന്ധിച്ച് നടത്തും. ഒപ്പം തന്നെ 18 കൊമേഴ്സ്യൽ സ്റ്റാളുകൾ മറ്റുള്ള ഏജൻസികൾ, ഇപ്പോൾ റീഡ്കോ, ദിനേശ്, അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പിന്നെ പലതരത്തിലുള്ള പ്രൈവറ്റ് ഏജൻസികളുടെ കൊമേഴ്സ്യൽ സ്റ്റാളുകൾ, വാണിജ്യ സ്റ്റാളുകൾ ഇതോടനുബന്ധിച്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു പരിപാടിയോടനുബന്ധിച്ച് നമ്മുടെ സ്റ്റാളിൽ പ്രധാനമായിട്ട് ഞങ്ങൾ ഓർക്കിഡിൻ്റെ ഒരു മ്യൂസിയം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കർഷകർ പ്രധാനമായിട്ടും ചെയ്യുന്നത് കട്ട് ഫ്ലവേഴ്സിൻ്റെ യൂണിറ്റുകളാണ്. 145 പേരിലും പ്രധാനമായിട്ട് ചെയ്യുന്നത്. അതിൽ ഓർക്കിഡ് ഉണ്ട്, ആന്തോറിയം, ജർബറ, ഹെലിക്കോണിയ, റോസ്, ഇതെല്ലാം ഫ്ലവർ അറേഞ്ച്മെൻറ്റുകൾക്ക് ഉപയോഗിക്കുന്ന ചെടികളാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു ചെടികളുടെ പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ആളുകൾക്ക് കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം നടീൽ വസ്തുക്കൾ കൊടുക്കാനായിട്ട് നമുക്ക് കർഷകർക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു സംവിധാനം നമ്മളവിടെ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ കമേഴ്സ്യൽ സ്റ്റാളുകളും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഒരു കല്യാണ മണ്ഡപം അവിടെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു ഗാർഡൻ, ഒരു ചെറിയൊരു ഗാർഡൻ കൂടെ നമ്മൾ ആ ഒരു ഭാഗത്ത് നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു പരിപാടി 6 ദിവസം നടത്തുന്ന സമയത്ത് പൂർണ്ണമായും സൗജന്യമായിട്ടാണ് ആളുകൾക്ക് ഇതിനകത്തുള്ള പ്രവേശനം നമ്മൾ ചെയ്യുന്നത്. കാരണം പരമാവധി ആളുകൾ ഞങ്ങളെ അറിയുക എന്നുള്ളതാണ്, നമ്മൾ ഈ FPOനെ അറിയുക എന്നുള്ളതും നമ്മുടെ പ്രവർത്തനം അവർ മനസ്സിലാക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യമായതുകൊണ്ട് നമ്മൾ സൗജന്യമായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ അവിടെ എത്തിച്ചേരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ സൗജന്യമായിട്ടാണ് ആ ഒരു ഇതിലേക്ക് നമ്മൾ പ്രവേശനം നൽകുന്നത്. പിന്നെ 27-ാം തീയതി ഉദ്ഘാടന ചടങ്ങിന് ശേഷം വരുന്ന 4 ദിവസങ്ങൾ, അത് 28, 29, 30, ഡിസംബർ 1 തീയതികളിൽ കാർഷിക സെമിനാറുകൾ കർഷകർക്ക് വേണ്ടി, പബ്ലിക്കിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് വിവിധ വിഷയങ്ങൾ, ഇപ്പം നമ്മുടെ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ്റെ പ്രസക്തിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു ക്ലാസ് വെച്ചിട്ടുണ്ട്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പദ്ധതികൾ, ഈ കർഷകർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള പദ്ധതികളെ സംബന്ധിച്ചൊരു ക്ലാസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒപ്പം നമ്മളിപ്പോൾ ഈ വെജിറ്റബിൾ കാർവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒപ്പം ഫ്ലവർ അറേഞ്ച്മെൻറ്റ് സംബന്ധിച്ചിട്ടൊരു വർക്ക്ഷോപ്പ്. ഈ രീതിയിൽ 4 ദിവസം ഈ രീതിയിലുള്ള പ്രോഗ്രാംസ് നമ്മൾ ഇതോടനുബന്ധിച്ച് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ നമ്മളിപ്പോൾ നമ്മുടെ മെമ്പേഴ്സും അവരുടെ പരിചയത്തിലുള്ള ആളുകളുടെ ചെറിയ ചെറിയ കലാപരിപാടികൾ ഇതോടനുബന്ധിച്ച് നടത്താനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിനെപ്പറ്റി പറയാനുള്ളത്, കൃഷി വകുപ്പ് ഒരു ഫ്ലോറി വില്ലേജ് പദ്ധതി എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളാണ് ഇതിനുള്ള FIGകൾ എന്ന് പറയും. ഇപ്പോൾ FPO എന്നുള്ള ഒരു കൺസെപ്റ്റ്, ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ്റെ ബേസിക് യൂണിറ്റുകൾ എന്ന് പറഞ്ഞാൽ FIG യൂണിറ്റുകൾ ഈ ഒരു FPOൻ്റെ ഭാഗമായിട്ടുണ്ട്. ഈ ഒരു ആളുകളും 2 FIGകളാണ് ഈ FPOൻ്റെ ഭാഗമായിട്ട് മാറുന്നത്.
എന്തോ അന്ന് ആ സ്കീമിൽ ചെയ്ത സമയത്ത്